ഇന്ന് എൻ്റെ ദൈവത്തിൽ നമ്മളോടൊപ്പം വളരെ വിശിഷ്ടനായ ഒരു അതിഥിയുണ്ട്. ഒരുപാട് വിശേഷണങ്ങൾ നൽകാൻ കഴിയാവുന്ന, ഒരുപാട് വഴികളിലൂടെ, പ്രത്യയശാസ്ത്ര തത്വശാസ്ത്ര വഴികളിലൂടെ നടന്ന കേരളീയ സാംസ്കാരിക സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള ശ്രീ ഫിലിപ്പ് എം പ്രസാദ്. നമസ്കാരം. ശ്രീ ഫിലിപ്പ് എം പ്രസാദ്, അങ്ങ് പ്രത്യയശാസ്ത്ര തത്വശാസ്ത്ര ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ദൈവം എന്ന് കേൾക്കുമ്പോൾ ആ ദൈവസങ്കല്പത്തെ അങ്ങ് എങ്ങനെ നിർവചിക്കും? ഇത് നമ്മുടെ നായന്മാരുടെ വീടുകളിൽ പോയാൽ പൂജാമുറിയുണ്ട്, അവിടെ ശിവൻ കാണും, കൃഷ്ണൻ കാണും. അപ്പോൾ കോൺവെൻറ്റിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ ഒരു യേശു ക്രിസ്തുവിനെ കൊടുത്തിട്ടുണ്ടാവും, യേശു ക്രിസ്തുവിൻ്റെ പടം കാണും. പിന്നെ അപ്പുറത്തെ നമ്മുടെ മാടൻ കോവിലിലെ ദൈവം കാണും. ഇതെല്ലാം കൂടി ചേർന്നതാണ് അവരുടെ പൂജാമുറി. അതിന് പ്രാചീനതയുണ്ട്. അപ്പോഴായിരിക്കും ഒരു മിസ്റ്റർ എം, പുതിയ ഗുരുനാഥൻ വന്നിരിക്കുന്നു, എവിടെ ആ പടവും വെക്കും. മനസ്സിലായില്ലേ? ഇതൊരു കൊളാഷാണ്. ഇപ്പം എൻ്റെ പൂജ അവിടെ എല്ലാം ഉണ്ട്, അതിനകത്തില്ലാത്ത ഒരാളുമില്ല. നിങ്ങളെ കൂടി പിടിച്ചിരുത്തിയാവും, അല്ലെ എന്നെ കൂടി പിടിച്ചിരുത്തിയാവും. ഇതിൻ്റെ വൈവിധ്യമുണ്ട്. ഈ വൈവിധ്യത്തിനകത്ത് എൻ്റെ ഹൃദയത്തിനകത്തെ ഒരു ഭാവതലമുണ്ട്. ഇതൊന്നും തമ്മിൽ അകത്തോട്ട് പോകുന്നൊരു ഭാവതലമുണ്ട്. അതിന് ഇതൊന്നും ഒരു തടസ്സവും അല്ല. എനിക്ക് ഇതൊക്കെ തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യസായി ബാബയിൽ നിന്നുള്ള കണ്ടിന്യൂവേഷനും തുടർച്ചയും റിഫൈൻമെൻറ്റുമാണ് ശ്രീയം. കുറച്ചുകൂടി പരിശുദ്ധവൽക്കരിക്കപ്പെട്ട, കുറച്ചുകൂടി പോവുകയാണ്. ഇതെങ്ങനെ അങ്ങൊരു ഫിലോസഫി ആയിട്ടാണോ, ഒരു ജീവിത ദർശനം എന്ന രീതിയിലാണോ കാണുന്നത്? ഗുരുവായിട്ടാണോ, ആത്മീയ പാതയാണോ? കാര്യം വ്യത്യസ്ത രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഒരു ഇന്റലക്ച്വലായി അതിനെ അപ്രോച്ച് ചെയ്യാം. എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം തുടങ്ങിയത് മായിയമ്മയിൽ, കന്യാകുമാരിയിലെ മായിയമ്മ. 84 അവർ എൻ്റെ തലയിൽ ഒരു തൊട്ട് തന്നു. അന്ന് എനിക്കിതിൻ്റെ ഗൗരവം അറിഞ്ഞൂടാ, എന്താണ് ഈ മായിയമ്മ ചെയ്തു വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് പിന്നെ എന്നെ ഇങ്ങനെ സത്യസായി ബാബയിൽ എത്തിച്ചു, ശ്രുതി ബാബയിൽ എത്തിച്ചു. സകലത്തിൻ്റെയും തുടക്കം ഈ യാത്രയാണ്. ഈ യാത്രയിലെ ഒരു ആത്മീയ ജീവിതത്തിന്റെ അവിടേക്കുള്ള യാത്ര എന്ന് നോക്കാം. അങ്ങ് ഒരുപക്ഷെ കേരളം എന്നും ഓർക്കുന്ന നക്സൽ പ്രസ്ഥാനത്തോട് ചേർത്ത് വെക്കുന്ന പേരുകളിലൊന്നായിരുന്നു. ഒരു വസന്തത്തിന്റെ ഇടിമുഴക്കം കൊണ്ടുവരും എന്നൊക്കെയുള്ള വിശ്വസിച്ച അതിൽ നിന്ന്, അതായത് ഒരു തീവ്ര ഭൗതികവാദ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു ആത്മീയവാദത്തിലേക്ക്, ഈ മാരിയമ്മയിലേക്ക് അങ്ങ് എത്തുന്നതിന്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇടയ്ക്ക് കടുത്ത നിരാശയുടെ ഒരു കാലഘട്ടമുണ്ട്. അതെന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഫിലിപ്പ് നിരാശനായോ? കാര്യമുള്ള കുഴപ്പമുള്ള നിരാശയില്ലാത്ത ജീവിതം ആരുടെ ജീവിതത്തിലാണ് നിരാശയില്ലാത്തത്? ഒരു പ്രേമം തൊലയുന്നതിനെക്കാട്ടിലും ഭീകരമാണ് ഒരു പ്രത്യയശാസ്ത്രം തൊലയുന്നത്. ഒരു 16 വയസ്സിലെ ഒരു പ്രേമത്തെക്കാട്ടിലും കഠിനമാണ് പോൾപോട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ട് വായിച്ച് അന്തം വിടുന്നത്. കംബോഡിയയിൽ പോൾപോട്ട് ചെയ്തു വെച്ച കാര്യം അറിഞ്ഞ് അന്തം വിടലേ, സാംസ്കാരിക വിപ്ലവത്തിന്റെ പരാജയം, ഇതൊക്കെ ഒരു പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയാൽ ഒരു പാവം പിടിച്ച 16-കാരന് തോന്നുന്ന അവസ്ഥയെക്കാട്ടിലും അതികഠിനമാണ്. തൊലച്ചളയും നമ്മള്. ഉറക്കമില്ലാത്ത രാത്രികള്, ഭ്രാന്ത് പിടിച്ചു പോകും എന്നുള്ള ഭയം. പിന്നെ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും വലിയ ഭയം ഭ്രാന്ത് പിടിക്കുമായിരുന്നു. അങ്ങ് എങ്ങനെയാ ഒരു പ്രത്യയശാസ്ത്രം, ഒരു പാരഡൈം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ അതിനേക്കാൾ വേറെ സത്യങ്ങളുണ്ടെന്നോ തിരിച്ചറിയുമ്പോൾ ഭാഗികമാണെന്ന് മനസ്സിലായി. കുറെ കഴിഞ്ഞപ്പോൾ വളരെ ഉപരിപ്ലവമാണെന്ന് മനസ്സിലായി. എൻ്റെ അകത്ത് തന്നെ കിടക്കുന്ന ശക്തികളെ മുഴുവൻ ചോറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ ഒരു അന്നമയ കോശത്തിന്റെ ഒരു മൂലയിൽ തൊടുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. കാരണം വളരെ ലളിതമാണ്. അതിനകത്ത് വർഗീസ് മരിച്ചു, അറിഞ്ഞുകൊണ്ട് മരിക്കുന്നതിൻ്റെ പുറകിലെ ശക്തി ത്യാഗമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ഈ ത്യാഗത്തെ വെറും ഭൗതികതയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കും? ഞാനെന്തിനു മറ്റുള്ളവന് വേണ്ടി മരിക്കാൻ നടക്കുന്നു? ഞാനെന്തിനാണ് വേറൊരാൾക്ക് വേണ്ടി മരിക്കുന്നത്? വരുന്ന തലമുറയ്ക്ക് വേണ്ടി മരിക്കുന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ. വരുന്ന തലമുറയ്ക്ക് വേണ്ടി മരിക്കുന്നത്, പക്ഷികൾക്ക് വേണ്ടി മരിക്കുന്നത്, രാജ്യത്തിന് വേണ്ടി മരിക്കുന്നത്, ഇതിനകത്തൊക്കെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനും അവനും ഒന്നാണ് എന്ന ബോധം, ഞാനും ചെടികളും ഒന്നാണ് എന്ന ബോധം. ഏകാത്മക ബോധത്തിൽ നിന്ന് മാത്രമേ ത്യാഗമുണ്ടാവൂ. ഇല്ലെങ്കിൽ ഈ ചെറിയ പാർട്ടിക്കിളിന് സ്വയം നിലനിൽപ്പ് മാത്രമേ ഉണ്ടാവൂ. ചിന്ത സ്വയം നിലനിൽപ്പല്ല, ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണെന്നുള്ള ആന്തരികമായ അവന് തന്നെ അറിയാത്ത ബോധത്തിൽ നിന്നാണ്
ത്യാഗമുടലും. ത്യാഗമുള്ളിടത്തെല്ലാം ദൈവമുണ്ട്. ത്യാഗമുള്ളിടത്തെല്ലാം ദൈവമുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അവർ പറയുന്നു എന്നുള്ളത് വളരെ ഇറലവൻ്റായ അപ്രസക്തമായ കാര്യം. ധർമ്മം എവിടെയുണ്ടോ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എവിടെയുണ്ടോ, അവർ നക്സലൈറ്റിൽ ഇല്ല എന്നുള്ള മുൻവിധി എങ്ങനെ നിങ്ങൾക്ക് കിട്ടി? അങ്ങ് ഇന്ന് എങ്ങനെ കാണുന്നു? എനിക്ക് അതും പറഞ്ഞാൽ, അതായത് ഇന്നും നമ്മുടെ നാട്ടിൽ എനിക്ക് നക്സലൈറ്റുകളോട് ഇപ്പോഴും ഉള്ളിൽ തട്ടിയ അവർ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു ത്വരക, അതായത് കാറ്റലിറ്റിക് ഏജൻ്റാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പോഴും അവരെ പൂർണ്ണമായി നിരാകരിക്കാൻ ഞാൻ തയ്യാറല്ല. മിസ്ഗൈഡഡ് ആണ് എന്നുള്ളതാണോ ആർഗ്യുമെന്റ്? അങ്ങയുടെ പ്രപഞ്ചത്തിന്റെ മൊത്തം നിലനിൽപ്പിൽ മിസ്ഗൈഡഡ് ആണെന്ന് പോലും ഞാൻ പറയില്ല. അവരുടെ അല്ലേ മിസ്ഗൈഡഡ്. ദൈവം ഉണ്ടാക്കാതെ ഒരു സാധനം, പ്രപഞ്ചത്തിന്റെ ആ പരിപൂർണ ശില്പി, ഇതിനെ അനുവദിക്കാതെ അവിടെ നിലനിൽക്കും. പ്രോബ്ലം ഓഫ് ഈവിൽ എന്നൊക്കെ തന്നെ ക്രിസ്ത്യൻ തിയോളജിയൻസ് എടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ സർവശക്തനായ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ ഈവിൽ ബലാത്സംഗങ്ങൾ, ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഇത് ലോകത്ത് എങ്ങനെ ഉണ്ടാകുന്നു? ഇങ്ങനെ ഇത് എന്തുകൊണ്ടൊരു റാഷണലായിട്ട് പറഞ്ഞ അടികൂടും. കോടിക്കണക്കിന് ആവശ്യമുള്ള സന്തോഷോൽപാദനത്തിന് ആവശ്യമുള്ളതിൻ്റെ കോടിക്കണക്കിന് ഇരട്ടി ലൈംഗിക ഊർജം സ്ത്രീക്കും പുരുഷനും നൽകി. കോടിക്കണക്കിന്. ഈ ഊർജം ഇരുമ്പ് കുഴലിൽ കൂടി കടത്തി വിട്ടില്ലെങ്കിൽ വെറും ശിക്ഷ, അത് ഇത് എന്ന് പറഞ്ഞ് മുറുക്കി കടത്തി വിട്ടില്ലെങ്കിൽ കുറേയൊക്കെ പാളം തെറ്റുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ മുനിമാരുടെ കാലത്തും പാളം തെറ്റലുണ്ടായിട്ടുണ്ട്. റേപ്പ് ആയിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു രാജ്യം മുഴുവൻ തൊലഞ്ഞുപോയി, നശിച്ചുപോയി എന്നൊക്കെയുള്ള ഒരു പെസിമിസ്റ്റിക് വ്യൂ പോയിന്റ് എനിക്ക്. അങ്ങ് പറയുന്ന ഒരു പക്ഷേ ഓഷോ ഒക്കെ മുമ്പോട്ട് വെക്കുന്ന ഒരു ഫ്രോയിഡിയൻ അനാലിസിസ്, സപ്രഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന തിയറി. സപ്രഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്ന ഒരു തിയറി അല്ല. ഇതൊക്കെ നടക്കും. ഇത് എത്ര കൊലക്കുറ്റം ചുമത്തിയാലും ശരി. അല്ല, പക്ഷേ നമ്മൾ അതിനെ ലഘൂകരിക്കുകയാണ് എന്നൊരു ആരോപണം ഉണ്ടാകുന്നതുകൊണ്ട് ആരും സത്യം പറയില്ല. പ്രോബ്ലം ഓഫ് ഈവിളിനെ എങ്ങനെ കൗണ്ടർ? ദൈവം പ്രോബ്ലം ഓഫ് ഈവിൾ എന്നുള്ള വെറും ടൈം സ്പാൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും, ഈവിളാണ് നമുക്ക്. പക്ഷെ മണ്ണുണ്ടാകാൻ ഭൂമി കുലുക്കം ഉണ്ടാകാതെ പറ്റില്ല. ഒരു പേമാരി, ഇതൊന്നും വേണ്ട. തിരുവനന്തപുരം പട്ടണത്തിൽ ഇടയ്ക്ക് ഒരു കംപ്ലീറ്റ് അടിച്ച് കലക്കി ഒരു മഴ പെയ്തില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ എവിടെ കൊണ്ട് കളയും? തിരുവനന്തപുരം കോൺസെൻട്രേറ്റ് ചെയ്തൊരു അരി വെച്ചു കൊടുക്കണം. എങ്ങനെ? ഇങ്ങനെ. അപ്പൊ അത് നമുക്ക് കോസ്മിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ. കോസ്മിക് ഓർഡർ, സത്യം, ശിവം, സുന്ദരം എന്നതിൽ ഒരു കടുകിന്റെ മണി വ്യത്യാസം ആഴത്തിൽ ചിന്തിച്ചാൽ, കാലഗണന കുറച്ചുകൂടി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ട് ചിന്തിച്ചാൽ നമുക്ക് ഇത് നടക്കേണ്ട പോലെ നടക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് എനിക്ക് റിപ്പയർ വർക്കൊന്നും വലുതായിട്ടില്ല എന്ന് ബോധ്യമാകുന്നവരാണ് ഹിമാലയത്തിൽ കയറി മൂലയിലിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു ഇതിലേക്ക് വന്നാൽ, അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വന്നാൽ, ഒരു വലിയ പ്രത്യയശാസ്ത്ര മാറ്റം, ഒരു പാരഡൈം ഷിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിയാണ് താങ്കൾ. അതിന് ഏതെങ്കിലും ഒരു സംഭവമോ ഒരു റോൾ മോഡലോ ഒരു വ്യക്തിയോ അങ്ങനെ എന്തെങ്കിലും? ചൈനയുടെ ഡീജനറേഷനാണ് എന്നെ ചിന്തിച്ചത്. ഏത് കാലഘട്ടത്തിൽ? മാവോയുടെ സാംസ്കാരിക വിപ്ലവം കഴിഞ്ഞ ഉടനെ റഷ്യ ഡീജനറേറ്റ് ചെയ്തു. റഷ്യയിൽ പുതിയ ഒരു സമ്പന്ന വർഗം വന്ന് അധികാരം പിടിച്ചു. ചൈനയിൽ അത്തരം ഒരു മാറ്റം ഉണ്ടാകുന്നതിനെ മുൻകൂട്ടി കണ്ട് തടയിടാനാണ് മാവോ സേതുങ് എന്ത് തുടങ്ങിയത്? സാംസ്കാരിക വിപ്ലവം തുടങ്ങി. ആ സാംസ്കാരിക വിപ്ലവം പരിപൂർണമായി പാളിപ്പോവുകയും തകർക്കുകയും ചെയ്യപ്പെട്ടപ്പോൾ പിന്നെ പുറത്തു വന്നത് ഫെനറ്റിസിസം, ഭീകരമായ ഫെനറ്റിസിസം. പെന്തക്കോസ്റ്റുകാരൊക്കെ തോറ്റുപോകും. തീവ്ര പെന്തക്കോസ്റ്റുകാർ പോലും തോറ്റുപോകുന്ന വിധത്തിലായിരുന്നു. പിന്നെ ഏറ്റവും നിഷ്ഠൂരമായ, അയ്യോ, അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അവസാനം ഇവിടെ വന്നത്, പോൾപോട്ടിൽ വന്നത്. കംബോഡിയയിലെ പോൾപോട്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപം ചാരു മജുംദാറിലുണ്ടായിരുന്നു. ചാരു മജുംദാറിൻ്റെ കയ്യിൽ പട്ടാളവും ഒരു ചെറിയ പ്രദേശവും ഉണ്ടായിരുന്നെങ്കിൽ ചാരു മജുംദാർ ഇതിൻ്റെ അപ്പം കാണിച്ചത്. കാര്യം ആ നിലയ്ക്കോട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത്. അപ്പം ഇത് ഡിസൊല്യൂഷൻമെൻറ്റ്, നിരാശ, ഇത് എവിടെ പോയി എത്തുന്നു? അപ്പം അക്രമത്തിൽ കൂടി അക്രമം പരിഹരിക്കാൻ പറ്റുമോ? അത്തരം ബേസിക് അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. പിന്നെ ഇതിനകത്തൊക്കെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പൂർവ്വജന്മവാസന. ഞാൻ എന്തുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് ചാടി എന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ ഏതോ കഴിഞ്ഞ ജന്മത്തിൽ വലിയ ഫണ്ട് ഓഫ് നന്മയും കൊണ്ട് ജനിച്ച ആളാണ്.
കർമ്മസഞ്ചയം മനോഹരമായ കർമ്മസഞ്ചയം. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഗുരുനാഥനങ്ങളെ കിട്ടില്ല. ഒരു ഗുരുവിനോടൊക്കെയുള്ള ഒരു അടുപ്പം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളുടെ ഇതുകൊണ്ട്. ഇപ്പം എനിക്ക് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ സമാധി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു ജീവനുള്ള മാസ്റ്ററെ കിട്ടി. എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളൊരു ജീവനുള്ള മാസ്റ്റർ. എനിക്ക് പോയി ചോദിക്കണം ഞാൻ എന്താണ് നാളെ ചെയ്യേണ്ടത്. അതെനിക്ക് കല്ലിൻ്റെ അടുത്ത് തട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിക്കാൻ പറ്റും. എനിക്ക് ഡോക്ടർ സത്യസായി ബാബയുടെ അടുത്ത് ഭഗവാനെ കണ്ണൊക്കെ നിറച്ചു പിടിച്ചിട്ട് ഞാൻ അത് ചെയ്യട്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ എങ്ങനെയെങ്കിലും ഉത്തരം തരുവേ. സമാധിയോടുകൂടി എനിക്കത് നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വീണ്ടും പഴയ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പോലുള്ളത് പോരെ, എനിക്ക് പോരെ. എനിക്ക് ലിവിങ് മാസ്റ്റർ ആ ലിവിങ് മാസ്റ്ററെ എനിക്ക് എൻ്റെ സത്യസായി ബാബ പ്ലേറ്റിൽ വെച്ച് കൊണ്ടു തന്നതാണ് മിസ്റ്റർ എം. പക്ഷേ ഈ ലിവിങ് മാസ്റ്റർ വരുമ്പോൾ വിമർശന ബുദ്ധിയോടെ ചോദിക്കുകയാണെങ്കിൽ ഭാരതത്തിൽ നമ്മളെ ഋഷി പരമ്പരകളുടെയും സന്യാസിമാരുടെയും നാടാണ്. പക്ഷേ പലപ്പോഴും വഴിതെറ്റിയ ആൾ ദൈവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എന്നുള്ളൊരു സത്യമല്ലേ? സമൂഹത്തിൽ അവർ ദോഷം ചെയ്യുന്നു എന്നുള്ളൊരു സത്യം. ദോഷം ചെയ്യുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഗുണം ചെയ്യുന്നു എന്നുള്ളത് സത്യമായതുപോലെ ദോഷം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. ഇവിടെ ഇരിക്കുന്ന ശ്രുതി ബാബ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ ഇവരൊക്കെ ഗുണം ചെയ്തവരല്ലേ? ഇവരൊക്കെ ആൾ ദൈവങ്ങളല്ലേ? ശ്രുതി ബാബ ആളായിട്ട് ജീവിച്ച ആളാണ്, പ്രാന്തനാണ്, പ്രാന്തം ഫക്കീർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവരൊക്കെ 100 പേരുള്ളതിൽ ഒരെണ്ണം നല്ലതാണെങ്കിൽ അത് അതിൻ്റെ ഈ 100 എണ്ണത്തിൻ്റെ 100,000 ഇരട്ടി വിലയുള്ളതാണ്. പ്രാവ് ഒരിക്കലും നെന്മണിയും പതിരും കൂടി ഇട്ടുകൊടുത്താൽ കൊത്താതെ പോവില്ല. നെന്മണി കൊത്ത് കണ്ടുപിടിച്ച് നെന്മണി തിന്നാനാണ് പ്രാവ് വന്നിരിക്കുന്നത്. വിവരമുള്ളവൻ 2 പതിര് കണ്ടെന്ന് വെച്ച് എല്ലാം പതിരാണ് എന്ന് ഷിർദി സായിബാബയിലേക്ക് തന്നെ വന്നാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു തർക്കങ്ങളൊന്നാണ്. ഞാൻ തന്നെ ചില ദേശീയ ചാനൽ ചർച്ചയ്ക്കിരിക്കുകയുണ്ടായി. സായിബാബ അല്ലെങ്കിൽ ഷിർദി സായിബാബ വേഴ്സസ് ശങ്കരാചാര്യ. ദ്വാരകാപീഠിലെ ശങ്കരാചാര്യ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയും അത് ഒരുതരം അന്ധവിശ്വാസമാണ്, ഇറ്റ്സ് പെർപച്വേറ്റിംഗ് സൂപ്പർസ്റ്റിഷൻ എന്നൊരു ശങ്കരാചാര്യര് ഇദ്ദേഹത്തെ ഒരു വിമർശനം. വേദാന്തം, ശുഷ്ക വേദാന്തം എന്ന് പറഞ്ഞൊരു സാധനം. ശുഷ്ക വേദാന്തം എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരണ്ട കേവല യുക്തി എന്നൊക്കെ പറയുന്നത്. ശുഷ്ക വേദാന്തം അതിനെക്കുറിച്ച് നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ആള് മലയാളിയുണ്ട്. മലയാള സ്വാമികൾ എന്നും പറഞ്ഞ് ആന്ധ്രയിൽ പ്രസിദ്ധനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ്റെ ശിഷ്യൻ, സിദ്ധശിവലിംഗ സ്വാമികളുടെ ശിഷ്യൻ, മലയാളിയാണ്, കണ്ണപ്പൻ വിളിക്കുന്നത്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ശുഷ്ക വേദാന്ത തമോ ഭാസ്കരം. മലയാളിയാണ്, മലയാള സ്വാമികൾ. ശുഷ്കമായ വേദാന്തമാകുന്ന തമസ്സിന് സൂര്യൻ, ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിലോ ഒരു 10-25 ഭാഷകളിൽ അച്ചടിച്ച് പോയിട്ടുണ്ട്. ഇത് മലയാളിയായിട്ട് പോലും മലയാളികൾ അറിയുന്നില്ല എന്നുള്ളതാണ് മലയാളികളുടെ ആധുനിക കാലഘട്ടത്തിലെ ദുരവസ്ഥ. ആത്മീയതയുടെ അകക്കാമ്പ് ഇതിനകത്ത് വെച്ചുകൊണ്ട് അത് പ്രത്യയശാസ്ത്രവും മറ്റതും മറിച്ചതും വേദാന്തവും എല്ലാം പ്രത്യയശാസ്ത്രം തന്നെ, തിയോളജി എല്ലാം, എല്ലാ തിയോളജിയും എല്ലാ ഐഡിയോളജികളും എല്ലാം മനുഷ്യൻ്റെ നൈസർഗികതയെ തൊലയ്ക്കുന്നതാണ്. അവൻ ഇമോഷണലും കൂടിയാണ്, അവന് ഭക്തിക്ക് ആവശ്യമുണ്ട്. ജ്ഞാനപ്പാനയുടെ ആസ്വാദ്യത നിങ്ങൾ തല കുത്തി നിന്നാവുന്ന രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ജ്ഞാനപ്പാന അകത്തുനിന്ന് വരുന്ന സാധനമാണ്. അതിനകത്ത് ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. തലമുടി പെണ്ണുങ്ങൾ കെട്ടിയിടുന്നവരാണ്, പണ്ടത്തെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കിട്ടുന്നവരല്ല. ഭക്തി, ജ്ഞാനം, യോഗം ഒക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ ദൈവം തമ്പുരാൻ പൊറുക്കട്ടെ എന്ന് പറയല്ല ഞാൻ. ഇതൊരു നമുക്കൊരു സത്യസന്ധമായ ആനന്ദം തരുന്ന കാര്യമാണ്. ഈ ആധുനിക ഗുരുദേവന്മാരെ കുറിച്ച് അങ്ങനെ പറയുണ്ടായത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ശ്രീ ശ്രീ രവിശങ്കർജി അടക്കം, ബാബ രാംദേവ് അടക്കം, മാതാപിതാക്കളടക്കം ഒരുപാട് ആത്മീയ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളുണ്ട്. ഇവരെ കുറിച്ചൊക്കെ എങ്ങനെ കാഴ്ചപ്പാട് എന്താണ്? ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയുന്നത് തെറ്റ്. ഇവരെല്ലാവരും കൂടി ഇന്ത്യക്ക് വലിയൊരു ആത്മീയ അടിത്തറ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലം മുതൽ ഇന്ത്യ മുഴുവൻ ഓരോ ഗ്രാമത്തിലേക്കും പോലീസ് കോൺസ്റ്റബിൾസിനെ IG അയക്കുന്ന പോലെയാണ് അയച്ചിരിക്കുന്നത്. ഇവിടുത്തെ കരുവാറ്റ എടുത്ത കരുവാറ്റ സിദ്ധൻ, അപ്പുറത്തെടുത്ത അപ്പുറത്ത് സിദ്ധൻ, ഇപ്പുറത്ത് തക്കലസ്വാമി, ഇപ്പുറത്ത് എല്ലാ മതങ്ങൾക്കും. ഇത് കഴിഞ്ഞ 300 കൊല്ലമായിട്ട് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഗർഭഗൃഹങ്ങളിൽ ഉറുമ്പ് തിന്നുന്നത് പോലെ തിന്ന് കംപ്ലീറ്റ് അടിത്തറ മുഴുവൻ തിന്നു വെച്ചിരിക്കുകയാണ്. അതാണ് ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ബും എന്നങ്ങ് ഇരുന്ന് പോകുന്നത്.
കാര്യം ഈ രാംദേവ് ചെല്ലാത്ത സ്ഥലമില്ല. റീച്ച് രാംദേവിനെ ഇവിടെ ആരും ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അയാൾ ഒന്നുമല്ല, എന്തുമല്ല. അപ്പോൾ ഇതൊരു പരമ പുച്ഛമായിരുന്നു. പക്ഷെ രാംദേവിന്റെ ഒരു യോഗം, ഒരു ജയിലിലെ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇംഗ്ലീഷ് മെഡിസിൻസിനെതിരെ നടത്തിയ ആക്രമണം, അതുപോലെ വിദേശ കുത്തകകളുടെ സ്ഥാപനങ്ങൾക്കെതിരായി നടത്തിയ ആക്രമണം, ആന്റി ഇമ്പീരിയലിസം ഒന്ന് വായിലെ നാവിട്ട് അടിച്ചാൽ മതിയോ? അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖ്യധാര ഇടത് പ്രസ്ഥാനങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ? അവർ ഇറലവൻ്റായി. അതുകൊണ്ടാണല്ലോ ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഈ പരാജയം. ദേ ആർ നോട്ട്. ഇവരും അതേ പരാജയത്തിൽ കൂടി കടന്നു പോകും. നാഷണലിസ്റ്റിക് അല്ലെങ്കിൽ നാഷണലിസത്തിൻ്റെ കാലം ലോകത്ത് കഴിഞ്ഞിട്ടില്ല. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ് ഗ്ലോബ് മുഴുവൻ ഒരു വില്ലേജായി എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ ഇതിനെക്കുറിച്ചാണ്. എന്നാൽ ഇവിടുത്തെ 10,000 ആൾക്കാരെയും കൊണ്ട് ഞാൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിക്കില്ലല്ലോ. അവരുടെ താല്പര്യങ്ങൾ. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 10,000 എഞ്ചിനീയർമാരെയും കൊണ്ട് ഞാനിത് 5 വിമാനത്തിൽ ഇതാ വരുന്നു. എനിക്ക് ജോലി തരുമോ? ഗ്ലോബൽ വില്ലേജ് ആണെന്ന് പറയുമോ? പോടാ വില്ലേജ് പറയുമോ? അമേരിക്ക പോടാ എന്ന് പറയും, ആട്ടി പുറത്താക്കും ഇല്ലേ? അപ്പൊ ഈ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുന്നത് മൂലധനത്തിന് ഇറങ്ങാനുള്ള സാധനം. അപ്പൊ ഇതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നാഷണലിസം ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല ഇതുവരെ. അപ്പൊ ഒരു സെക്കുലർ ഹ്യൂമനിസം എന്ന ഇടത് കാഴ്ചപ്പാടിനെ ഒരു സ്പിരിച്വൽ നാഷണലിസം, സെക്കുലർ ഹ്യൂമനിസം എന്നൊരു കാഴ്ചപ്പാട് ഇടതുകാർക്കുണ്ടെന്ന് നിങ്ങളങ്ങ് ആരും അങ്ങനല്ല. അങ്ങനെയാണല്ലോ ഹ്യൂമനിസം. മനുഷ്യനെ കേന്ദ്രബിന്ദുവായി കാണുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും കാലഹരണപ്പെട്ട് കഴിഞ്ഞു. എന്തിനാണ് അങ്ങയുടെ ഒന്നിനെയും പാടില്ല. മൾട്ടി സെന്റേർഡ് ആണ്. എല്ലാത്തിനും ഒരു കേന്ദ്രം വേണം എന്നുള്ള പരാഡികം പോയി. ഫിസിക്സിനില്ല, കെമിസ്ട്രിക്കില്ല. അപ്പോഴും നമ്മുടെ ആൾക്കാർ ഹ്യൂമൻ സെന്റേർഡ്, ഹ്യൂമനിസം. എന്തോ നിസം? മനുഷ്യന് മാത്രമായിട്ടൊരു പ്രപഞ്ചം, പക്ഷിക്ക് വേണ്ടേ? നിങ്ങൾ എങ്ങനെ ആരോപിച്ചെടുത്തു ഞാനാണ് ഇതിന്റെ കേന്ദ്രമെന്ന്? അപ്പൊ ഹ്യൂമൻ സെന്റേർഡ് ആയിട്ടുള്ള ഏത് പ്രത്യയശാസ്ത്രവും ഏത് ഐഡിയോളജിയും ബേസിക്കലി റോങ് ആണ്. നേച്ചർ സെന്റേർഡ് ആണോ പകരം വെക്കുന്നത്? സെന്റർ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി ആദ്യം കളയുക. ഈ സെന്റർ അതിന്റെ ചുറ്റും ഇങ്ങനെ ലോകം കറങ്ങുന്നു എന്നുള്ള മൾട്ടി സെന്റേർഡ് ആണ്. വേറെവർ ദർ ഈസ് സംതിങ് ദർ ഈസ് എ സെന്റർ. ഇത് തമ്മിൽ നമ്മൾ ഈ ഒരു കാട്ടിനകത്തോട്ട് ഇറങ്ങി എവിടെയാണ് കാടിന്റെ കേന്ദ്ര ബിന്ദു എന്ന് ചോദിക്കുന്ന പോലെ വിവരക്കേടാണ്. കാട് പോലെ പടർന്ന് പന്തലിച്ച് വള്ളിയും പടർപ്പും പുല്ലും മേഘവും ഒക്കെ കൂടി ചേർന്ന ഒരു മഹാലോകമാണ് പ്രകൃതി. അതിനിടയിൽ ചെന്ന് ഈ കാടിന്റെ സെന്റർ എവിടെയാണ് എന്ന് ചോദിക്കുന്ന പോലെ വിവരക്കേടാണ്. സെന്റർ എന്താണ്? സെന്റർ ഇല്ല. സെന്ററിനെ തപ്പി നടക്കണ്ട. സെന്റർ യേശുക്രിസ്തു ഒക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലാണ്. അതെല്ലാത്തിൻ്റെയും ഉള്ളിലാണ്. എൻ്റെ മാത്രം ഉള്ളിലാക്കി കളയരുത്, എല്ലാത്തിൻ്റെയും ഉള്ളിലുണ്ട്. ഇതൊക്കെ തമ്മിലൊരു മഹാചേരുവേ യോഗം. അവിടെയാണ് കൃഷ്ണന്റെ പരിപാടി. തത്ത യോഗേശ്വര. ഈ വക്കീലാപ്പീസ് പോലും ഒരു യോഗമാണ്. കാവർ നിൽക്കുന്നു, മറ്റേ നിൽക്കുന്നു, മറിച്ച് നിൽക്കുന്നു, ശ്രീവേഷം നിൽക്കുന്നു, പുസ്തകം നിൽക്കുന്നു, നിങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു യോഗം. എല്ലാം കൂടി ചേർന്ന ഒരു യോഗത്തിലാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങ് അഡ്വക്കേറ്റ് കൂടെയാണ് വക്കീൽ ഹൗസിന്റെ. എല്ലാം കൂടി ചേർന്നൊരു യോഗമാണ്. ഇതുപോലത്തെ ഒരു സാമ്പാർ യോഗമാണ്, ഒരു കഷായക്കലം യോഗമാണ്, അവിയൽ ഒരു യോഗമാണ്. ഈ യോഗങ്ങളുടെ ഉള്ളിലൊരു യോഗം, പിന്നെ പുറത്തൊരു യോഗം, പിന്നെ ഇതിങ്ങനെ മൾട്ടി ലെയേർഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് എവിടെയാണ്? കഷായത്തിനകത്താണോ സെന്റർ, സാമ്പാറിനകത്താണോ സെന്റർ, എന്റെ വക്കീലാഫീസിലാണോ സെന്റർ എന്ന് അന്വേഷിച്ചു പോകുന്നത് വിവരക്കേട്. മനോഹരമായ ഒരു പോയിന്റ് ആണ്. ഒരിക്കലും അവിടെയാണ് ശ്രീകൃഷ്ണന്റെ വാചകം തത്ര യോഗേശ്വര. ഈ സകല യോഗങ്ങളുടെയും കൂടെ അതിന്റെ എല്ലാ അധിപതിയായിട്ട് എടേ ഞാനെടേ ഇരിക്കുന്നത് നീ ആരടേ? ഇതിന്റെ എല്ലാ യോഗങ്ങളുടെ എല്ലാം ആശാൻ ഞാൻ. ആ ഞാനേത്? അപ്പൊ രമണ മഹർഷിയിലേക്ക് പോകും. മനസ്സിലായി? ഇതൊക്കെ ഇങ്ങനെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ബട്ട് ഹൈലി ലോജിക്കൽ, സിമ്പിൾ. അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് അറ്റ് ദി സെയിം ടൈം. നത്തിങ് കോംപ്ലക്സ് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഇത് ഈ സിമ്പിളായിട്ടുള്ള സത്യം എല്ലാവർക്കും വേണ്ടി തുറന്നിടുകയാണ്. ആ എല്ലാവരിലേക്കും ഇത് എത്തിക്കാനുള്ള യാത്രയാണ് മിസ്റ്റർ എം കന്യാകുമാരിയിൽ നിന്ന് ജനുവരി 12-ാം തീയതി തുടങ്ങാനിരിക്കുന്നത്. അങ്ങ് പറയുകയുണ്ട്, അങ്ങ് അഡ്വക്കേറ്റ് കൂടെയാണ്. ഇപ്പൊ ലോ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് ഞാൻ നിർത്താൻ പോവാണ്. കാര്യം 33 കൊല്ലമായി ഈ പണ്ടാരം ഞാൻ ചുമക്കുന്നു. ഈ എല്ലാ വക്കീലന്മാരും ചത്തുപോകുന്നവരെ പ്രാക്ടീസ് ഞാൻ നിർത്താൻ പോവാണ്. ഈ ഡിസംബർ മാസത്തിൽ പ്രാക്ടീസ് നിർത്തി ജനുവരി 12-ാം തീയതി മുതൽ യാത്രയെക്കുറിച്ച് കൂടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ കിളവൻ നടക്കാൻ പോവുകയാണ്. അതിന് വളരെ ലളിതമായ ഒരു കാരണമേ ഉള്ളൂ. യേശുക്രിസ്തു യെരുശലേമിലേക്ക് കൂടി നടക്കാൻ തുടങ്ങുമ്പോൾ
ശിഷ്യന്മാർ വിചാരിച്ചിരിക്കും ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നു, ഇയാൾ എന്തിനാ യെരൂശലേമിൽ പോകുന്നത്, കഴുതയുടെ പുറത്ത് ഇയാൾ എന്തോ നേടാൻ പോകുന്നു എന്ന് അന്ന് ചോദിച്ച ശിഷ്യന്മാരുമുണ്ട്. ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, എൻ്റെ നാഥൻ ഗുരുനാഥൻ നടക്കുന്നു, ഞാൻ നടക്കും, കൂടെ. ഈ വാക്ക് എന്തിനു വേണ്ടിയാണ്? ഒറ്റ വാക്ക്, ദൈവത്തെ ഒരു വാക്കിലേക്ക് എങ്ങനെ ചുരുക്കും? ദൈവത്തെ ഒരു വാക്കിൽ കൊടുക്കാൻ പറ്റില്ല, വാക്കിനകത്ത് കൊടുക്കാവുന്ന ദൈവത്തെ എൻ്റെ ദൈവമേ പിന്നെ ഞാൻ എന്തിനാണ് കൊണ്ട് നടക്കുന്നത്? വാക്കിനകത്ത് ഒന്നുമില്ല. വാക്കെന്ന് പറഞ്ഞാൽ എച്ചിലായ സാധനം. സിദ്ധാർത്ഥയിൽ ഹെർമൻ ഹെസ്സെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. വാക്ക് വന്നു കഴിയുമ്പോൾ എച്ചിൽ, വാക്കുകൾ കൊണ്ട് സ്പർശിക്കാൻ കഴിയാത്ത തുടങ്ങി കഴിഞ്ഞാൽ എച്ചിൽ വന്നു കഴിയും. ഈ യാത്രയെ എങ്ങനെ വിശേഷിപ്പിക്കും? യാത്ര എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്, യെരൂശലേമിൽ നിന്ന് ആ യാത്ര പോകുമ്പോൾ കുരിശു മരണത്തിലേക്കാണ് പോയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആണ്. സാധാരണ മനുഷ്യർക്ക് വൈകുന്നേരങ്ങളിൽ ക്രിയായോഗം കൊടുക്കുന്നതാണ് അതിൻ്റെ സ്പിരിച്വൽ കോർ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ക്രസ്റ്റാണ്, പുറന്തോടാണ് യാത്ര. ആ സോഷ്യോ പൊളിറ്റിക്കൽ ക്രസ്റ്റിന് എല്ലാവിധ ആശംസകളും. ആ ഭാരതയാത്ര ഒരുപാട് പേരുടെ ആന്തരിക യാത്രയ്ക്ക് തുടക്കം കുറിക്കട്ടെ. അവർ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം നന്ദി.